ഇന്നലെ മുതൽ മാരാർജി ഭവനിലെ ഓരോ കാഴ്ചകളും വിശേഷങ്ങളും നമ്മളിലേക്ക് എത്തിച്ചത് ശാലിനിയായിരുന്നു. ശാലിനി ഇന്നും അവിടെ തുടരുന്നുണ്ട്. ശാലിനി, അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? ഗോപിക, ഒരുക്കങ്ങളൊക്കെ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് റിസപ്ഷന് ഭാഗത്താണ്. അതായത് അമിത്ഷാ കയറി വരുമ്പോൾ, ആഭ്യന്തരമന്ത്രി കയറി വരുമ്പോൾ നാട് മുറിച്ചതിന് ശേഷം അദ്ദേഹം ആദ്യം ചെയ്യുന്നത് ഈ വിളക്ക് കൊളുത്തുക എന്നുള്ളതാണ്. അതാണ് ഈ ഓഫീസിനകത്തെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ്. ആ ചടങ്ങ് BJPയുടെ സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവന് അകത്ത് ഒരുക്കിയിട്ടുള്ള ഈ ഒരു വിളക്ക് കത്തിക്കും. വിളക്ക് കത്തിക്കുന്നതിന് തൊട്ട് മുൻപായി ജനസംഘം സ്ഥാപക നേതാക്കളായ ശ്യാം പ്രസാദ് മുഖർജിയുടെയും ദീൻദയാൽ ഉപാധ്യായയുടെയും ചിത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. വെങ്കല പ്രതിമകൾ ഇവിടെയുണ്ട്. അതിൽ പുഷ്പാർച്ചന നടത്തും. പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് ഇവിടെ വിളക്ക് തെളിയിക്കുന്നത്. അതിനുശേഷമാണ് മാരാർജിയുടെ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്യാനായി അദ്ദേഹം ഉള്ളിലേക്ക് പോവുകയും ചെയ്യുന്നത്. അവസാനഘട്ട തയ്യാറെടുപ്പുകൾ ഒരുക്കങ്ങളിലൊക്കെയാണ്. ഇനിയിപ്പോൾ വളരെ കുറച്ച് മണിക്കൂറുകളേ ഉള്ളൂ. BJPയുടെ സംസ്ഥാന കാര്യാലയം, മാരാർജി ഭവൻ, ഓരോ പ്രവർത്തകരും ഓരോ സ്വയംസേവകരും ഒരു കാത്തിരുന്ന രണ്ടര പതിറ്റാണ്ടോളം കാത്തിരുന്ന ആ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസത്തിനായി. ഒരുപക്ഷേ BJP സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത് വളരെ ദൂരത്ത് അല്ല എന്നുള്ള സന്ദേശം കൂടി നൽകുന്നതാണ് ഈ കാഴ്ചകൾ, ദൃശ്യങ്ങൾ എന്നുള്ളതാണ്. കാരണം ഈ ഒരു പഴയ നാലുകെട്ട് കെട്ടിടത്തിൽ നിന്നും അത് പൊളിച്ചു മാറ്റി പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ടത് അമിത്ഷായാണ്. അമിത്ഷാ അതിനുശേഷം ഇങ്ങോട്ടേക്ക് അതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിനായിട്ടാണ് ഇന്ന് എത്താൻ പോകുന്നത്. അപ്പോൾ ഓരോ പ്രവർത്തകർക്കും അതിൻ്റെ ആവേശമുണ്ട്, ഓരോ ജില്ലയിലെ സാധാരണക്കാർക്കും അതിൻ്റെ ആവേശമുണ്ട്. കാരണം അവരുടെയൊക്കെ ആഗ്രഹം എന്നത് മാത്രമല്ല, അവരുടെയൊക്കെ ഒരു ആത്മാഭിമാനത്തിൻ്റെ ദിവസം കൂടി, അല്ലെങ്കിൽ ആത്മാഭിമാനം ഏറ്റവും കൊടുമുടിയിൽ എത്തി നിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ്. നമ്മളൊക്കെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്തും ഇതിൻ്റെ പാലുകാച്ചൽ ചടങ്ങ് ഈ ഫെബ്രുവരിയിലാണ് നടന്നത്. ഫെബ്രുവരിയിൽ അന്ന് വളരെ ലളിതമായൊരു ചടങ്ങായിരുന്നു എങ്കിൽ പോലും അവർ അത്രയധികം ആവേശത്തോടെയും സന്തോഷത്തോടെയും ഒക്കെയാണ് ആ ചടങ്ങിൻ്റെ ഭാഗമായത്. അപ്പോൾ സ്വാഭാവികമായും അന്നൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ ലഭിക്കുന്നൊരു അഭിമാനം അത് ഈ നിമിഷവും ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ റിസപ്ഷനാണ് ഞാൻ നിൽക്കുന്നത്. ഇതാണ് ഈ കെട്ടിടത്തിൻ്റെ, അല്ലെങ്കിൽ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ആദ്യം നമ്മൾ ഇവിടേക്ക് എത്തുമ്പോൾ കാണുന്നത് റിസപ്ഷനാണ്. ഇവിടെ ഇനിയിപ്പോൾ റിസപ്ഷനിസ്റ്റൊക്കെ വരും. ഇവിടേക്ക് എത്തുന്ന ആളുകൾക്കായിരിക്കും ആദ്യം ഓരോ എൻക്വയറിക്കുമായി ഇവിടേക്കാണ് ഓരോ ആൾക്കാരും സ്റ്റേറ്റ് ഓഫീസിലേക്ക് വരുമ്പോൾ കടക്കുന്നതിന് തൊട്ടപ്പുറത്ത് തന്നെയായി ഒരു ക്യാപ്ഷൻ തന്നെ വായിക്കേണ്ടിയിരിക്കും നമുക്ക്, കൂടെയുണ്ട് ഞങ്ങൾ എന്നുള്ളത്. അതായത് BJP ഒപ്പമുണ്ട് എല്ലാവർക്കും. ഒരു മാറ്റം അനിവാര്യമാണ് കേരളത്തിൽ. വികസിത കേരളം എന്നുള്ളൊരു സ്വപ്നം, ആ ഒരു ബ്രാൻഡിങ് നമുക്കിവിടെ കാണാൻ കഴിയും. 2025 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ, ആ തെരഞ്ഞെടുപ്പിനടക്കം അതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും ഓരോ രീതിയിലുമുള്ള ചുക്കാൻ പിടിക്കാനും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതും ഈ സ്റ്റേറ്റ് ഓഫീസ് ആയിരിക്കും എന്നുള്ളതാണ്. നമ്മൾ മുമ്പൊക്കെ ചെറിയ കെട്ടിടത്തിൽ പോയി വളരെ ചുരുങ്ങിയിരിക്കുമ്പോൾ, മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർ ഇരിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചിരുന്നു എന്നിതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഇങ്ങോട്ടേക്ക് എത്താൻ കഴിയുമെന്നുള്ളത്. ഇവിടെ നിർമ്മാണം പൂർത്തീകരിച്ചതിൻ്റെ ഔദ്യോഗിക പാലുകാച്ചൽ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം പല പ്രസ് കോൺഫറൻസുകളടക്കം ഇവിടെ നടത്തിയതാണ്. പക്ഷേ അപ്പോഴൊക്കെ ഇതിന് ഔദ്യോഗിക ഉദ്ഘാടന ദിവസം അത് തന്നെയായിരുന്നു നമ്മളൊക്കെ ഉറ്റുനോക്കിയതും വളരെ പ്രതീക്ഷയോടെ നോക്കി കണ്ടുകൊണ്ടിരുന്നത്. എന്നാലും ആ ദിവസത്തിലേക്ക് എത്തുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തലസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി അദ്ദേഹം എത്തി. ഇനിയിപ്പോൾ അദ്ദേഹം ഈ സ്റ്റേറ്റ് ഓഫീസിലോട്ട് എപ്പം എത്തും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെ പൂർത്തിയാക്കി. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം താമര വിരിഞ്ഞു നിൽക്കുന്നു. ഇതേപോലെ തന്നെ കേരളത്തിൽ എത്ര താമരകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വിരിയുമെന്നുള്ളതാണ് നമുക്കിനി കണ്ടറിയേണ്ടത്. ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര മണ്ഡലങ്ങളിൽ താമര വിരിയുമെന്നുള്ളതൊക്കെ ഇനിയിപ്പോൾ വീക്ഷിക്കാൻ പോകുന്നതും അതിൻ്റെയൊക്കെ ഒരു മൂലസ്ഥാനമായി പ്രവർത്തിക്കാൻ പോകുന്നതും ഈ ഒരു സ്റ്റേറ്റ് ഓഫീസായിരിക്കും. അതിൻ്റെ ഒരു ഔദ്യോഗിക തുടക്കം കുറിക്കൽ കൂടിയാണ് ഇന്നത്തെ ഈ ഒരു പ്രവർത്തനങ്ങൾ, ഇന്നത്തെ ഈ ഒരു ഉദ്ഘാടനം എന്നുള്ളതാണ്. നമുക്കിനി മുകളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരുപാട് നിലകളുണ്ട്, 5 നിലകളുണ്ട്. അതിൻ്റെ കാഴ്ചകൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. ഇനിയിപ്പോൾ സെക്യൂരിറ്റി ചെക്കിങ്ങുകളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഇനി കുറച്ച് സമയത്തേക്കുള്ളിലേക്ക് അകത്തേക്കൊക്കെ പോകാനുള്ള സൗകര്യക്കുറവുണ്ട്. എന്തായാലും വീണ്ടും കാഴ്ചകളൊക്കെ എത്തിക്കാം. അമിത്ഷായും ഈ ഒരു കെട്ടിടം മുഴുവനുമായി കണ്ട് അത് കാണുന്നുണ്ട്. എന്തായാലും മറ്റ് സംസ്ഥാനത്തെ രാഷ്ട്രീയ കക്ഷികൾക്കൊന്നും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള ആധുനിക സംവിധാനത്തോടു കൂടിയുള്ള എല്ലാവരെയും പരിഗണിക്കുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കുമുള്ള റൂമുകൾ, ലൈബ്രറി, ഡിജിറ്റൽ ലൈബ്രറി, ഈ ലൈബ്രറി അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. ഒരു കോൺഫറൻസ് നടത്താനുള്ള ഹാളുകളുണ്ട്, മിനി ഓഡിറ്റോറിയമുണ്ട്, വലിയ ഓഡിറ്റോറിയം, ഒരു 500 പേർക്കൊക്കെ ഒരേ സമയം നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടുമൊക്കെ പരിപാടിയുടെ ഭാഗമാകാനുള്ള ഓഡിറ്റോറിയമുണ്ട്. അതും വലിയ സംവിധാനങ്ങളോടെയൊക്കെയാണ്. പ്രധാനമന്ത്രിയൊക്കെ വരികയാണെങ്കിൽ അവർക്ക് താമസിക്കാനൊക്കെ